നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. $5 ലക്ഷം രൂപയുണ്ട്. 5 ലക്ഷം രൂപയോ? ആ, റിയൽ എസ്റ്റേറ്റിന്റെ കുറച്ച് കാശ് വന്നു. ഇനി വരും. ഇത് നീ അച്ഛന്റെ കൈ കൊടുത്തേക്ക്. കല്യാണ ചെലവിന്റെ ആദ്യ ഗഡുവായിട്ട്. പുൽച്ചാടി ബൈക്കും ബംഗാളി ടീഷർട്ടും മാത്രമുള്ള ഒരോട്ടക്കാലണയല്ല ഈ ശരത്തെന്ന് നിന്റെ അച്ഛൻ അറിയട്ടെ. ആ, പിന്നെ പ്രത്യേകം പറയണം, ഇത് ഡോക്ടർ നിരഞ്ജൻ തന്ന പോലത്തെ കള്ളനോട്ടൊന്നും അല്ലെന്ന്. ഇപ്പൊ തന്നെ ബാഗിൽ കൊണ്ടുപോയി പരിശോധിക്കാമെന്ന്. വേണമെങ്കിൽ ഞാനും വരാം. ഒന്ന് പോ ശരത്തേട്ടാ. അച്ഛാ, അമ്മേ, അച്ഛാ, അമ്മേ. ആ, എന്താ മോളെ? നിത്യമോളിന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താ പറ്റി? പിന്നെ അവളെന്താ കരഞ്ഞു വിളിച്ച് നടക്കണം? അയ്യോ, എന്റെ പൊന്നമ്മോ, എന്നും ഈ സന്തോഷം ഇങ്ങനെ തന്നെ കാണണമെന്നാ എന്റെ ആഗ്രഹം. നീ എന്തിനാ വിളിച്ചെന്ന് പറഞ്ഞെത്തിയേ? ശരത്തേട്ടന് വെറും 7-ാം കൂലിയും കഴിവ് കെട്ടവനുമായിട്ട് കാണുന്ന എല്ലാവർക്കും ഉള്ളൊരു മറുപടിയായത്. അച്ഛാ, ഇത് പിടിക്ക്. എന്താ ഇത്? കുറച്ച് രൂപയാ. 5 ലക്ഷമുണ്ട്. കല്യാണ ചെലവിലേക്കുള്ള ആദ്യ ഗഡുവായിട്ട് കൂട്ടിയാ മതിയെന്നാ ശരത്തേട്ടൻ പറഞ്ഞത്. അയ്യോ മോളെ, ഈ പണം കാണുന്നതിന് എനിക്കിപ്പോ പേടിയാ. ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതിന്റെ ക്ഷീണം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഇനി ഒന്നുകൂടെ താങ്ങാനുള്ള ശേഷി ഈ അച്ഛനില്ല. ഇത് മോള് തന്നെ വെച്ചു. അച്ഛൻ ശരത്തേട്ടനെ വീണ്ടും വീണ്ടും ഇങ്ങനെ അപമാനിക്കരുത്. കല്യാണം നടത്താൻ അച്ഛന്റെ കയ്യിൽ പണമില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാ ശരത്തേട്ടൻ ഈ പണം തന്നു വിട്ടത്. നിത്യേ, എവിടുന്നോ കിട്ടിയ ഒരു 5 ലക്ഷം രൂപയും കയ്യിൽ പിടിച്ചോണ്ട് അച്ഛന്റെ അഭിമാനത്തിന് നീ വിലയിടരുത്. ഓ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് നിൽക്കാതെ നീ ഈ പണം അങ്ങോട്ട് വാങ്ങിക്കും മനോഹര. കല്യാണ ചെലവിന് അതിൽ കുറച്ചുള്ളത് കണ്ടെത്തിയാ പോരെ? അയ്യോ, അത് വേണ്ടമ്മേ. അധ്വാനിക്കാതെ കിട്ടുന്ന പണം ചെലവാക്കി മനോഹരന് ശീലമില്ല. എന്റെ അക്കൗണ്ടിൽ ഒരു 1600 രൂപയുണ്ട്. തൽക്കാലം അത് മതി. പണം മഹാലക്ഷ്മിയാ മനോഹര. കയ്യിൽ വന്ന മഹാലക്ഷ്മിയെ തള്ളിക്കളയരുത്. അയ്യോ, ഒരു മഹാലക്ഷ്മി എന്നെ കഴിഞ്ഞ മാസം പോലീസ് സ്റ്റേഷനിൽ കയറ്റിയായിരുന്നു. ഇനി അതിന് താല്പര്യം ഇല്ലാത്തോണ്ടാമ്മേ. അച്ഛൻ പറയുന്നത് ശരിയാ. ഇതിനിപ്പോ ഒറിജിനൽ ആണോ വ്യാജനാണോ എന്ന് ആർക്കറിയാം?
കൊണ്ടുവന്നത് ശരത്തല്ലേ? നിങ്ങൾ അങ്ങനെ ശരത്തേട്ടനെ കുത്തി പറയണ്ട. ഇതേ ഒറിജിനൽ തന്നെയാ. ശരത്തേട്ടന് അധ്വാനിച്ചുണ്ടാക്കിയ പണം. ബാങ്കിൽ കൊണ്ടേ കൊടുക്കുമ്പോ അറിയാം. ഈ പണം എന്തായാലും എനിക്ക് വേണ്ട. ആ, മോടെ പേരിൽ തന്നെ കൊണ്ട് ബാങ്കിലിട്ട്. അവിടെ ശരത്തേട്ടൻ ആദ്യമായിട്ട് കൊണ്ടു തന്നതല്ലേ. നിങ്ങളുടെ വില്ലയുടെ പാല് കാച്ചിനെ ഇതെടുക്കാം. നീ വാവണേ, ആരുടെ മുമ്പിൽ കെഞ്ചാൻ നിക്കണ്ട. അസൂയ കൂട്ടങ്ങളായല്ല. വാ. എന്റെ ദൈവമേ, ഇനി ഈ പണത്തിന്റെ പേര് ഇവിടെ പോലീസ് കയറി ഇറങ്ങുമെന്ന് എന്റെ പേടി. ഒരിക്കലും ഇല്ല അച്ഛൻ. ഇത് അച്ഛന്റെ പണം തന്നെയാ. നിരഞ്ജൻ ഡോക്ടർ അച്ഛന് നൽകിയ പണം. എനിക്കത് ഉറപ്പാ. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. എന്നാലും അവനെ സമ്മതിക്കണം. ഒരു നാണവും ഇല്ലാതെ ഇവിടുന്ന് മോഷ്ടിച്ച പണം നിത്യയുടെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുന്നു. പഠിച്ച കള്ളന്മാരെ അങ്ങനെയാ പാർവതി. നമ്മൾ മനസ്സിൽ കാണുന്നതിന് മുമ്പ് അവര് മാനത്ത് കാണും. ഈ പുതിയ അടവിന് പിന്നിലും എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട്. അമ്മയോട് പറഞ്ഞ മടുത്തു മുത്തശ്ശ. എന്താ മോളെ? എനിക്കൊരു പെറ്റിനെ വാങ്ങിച്ചു തരാൻ. പെറ്റോ? അതെന്തോന്നു കുന്ത? വളർത്തുമൃഗം എന്ന് പറയും. വീട്ടിൽ വളർത്തുന്ന അരുമകൾ, ഓമനകൾ, പട്ടി, പൂച്ച, പക്ഷികൾ, അങ്ങനെയല്ല. എന്തായാലും നിനക്കൊരു കൂടപ്പിറപ്പുണ്ടാവുന്ന സാധ്യത കാണുന്നില്ല. അപ്പ പിന്നെ പട്ടിയെങ്കി പട്ടി. അല്ല, ഇവിടെ ചേരുന്നതും അതാ. അത് ശരിയാ. ചിലർക്ക് നന്ദിയില്ലാത്ത നായ്ക്കളായിരിക്കും കൂടപ്പുറപ്പായിട്ട് ജനിക്കുന്നത്. എന്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ? എന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സിന് എല്ലാവർക്കും പെറ്റ്സ് ഉണ്ട് മുത്തശ്ശ. എനിക്കും വേണം. നമുക്ക് വഴിയുണ്ടാക്കാം. മോളിപ്പോ കഴിക്കും. അല്ല, നീ കഴിക്കുന്നില്ലേ? ഞാൻ ഇരിക്കാം. ആളുകൾ വരട്ടെ. ആളുകളോ? ഓ, നിന്റെ ക്ലബിൽ നിന്നുള്ള ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ? എത്ര പേരുണ്ടാവും? ആ, വേഗം വന്ന് കഴിക്കണം. അതിനു മുമ്പ് കാഞ്ചനക്കുള്ള 15 ഇഡലി മാറ്റി വെക്കാൻ വേണം. അതാ. ആളുകളെന്നല്ല പറഞ്ഞത്, ആളെന്നാ. ഏതാള്? അത് അതെന്താ, ഈ ആളിന് ഒരു പേരൊന്നുമില്ലേ? ഇനി വല്ല ഏലിയനോ മറ്റാണോ? ഏലിയനും ഏലിയമ്മയൊന്നും അല്ല. ഞാൻ ഡോക്ടർ നിരഞ്ജന്റെ കാര്യം പറഞ്ഞത്. അതിന് നീ എന്തിനാ മോളെ ഇങ്ങനെ കിടന്ന് മെഴുകുന്നത്? എന്റെ ഭർത്താവ് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ചോളാമെന്ന് അങ്ങോട്ട് പറഞ്ഞാ പോരെ? ഭർത്താവ് എന്താ കാഞ്ചനക്കൊരു പുച്ഛം പോലെ? അയ്യോ, ഞാൻ കളിയാക്കിയതല്ല. സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ എന്റെ വായിന്ന് വരുന്ന വാക്കുകളും അക്ഷരങ്ങളും ഒക്കെ അങ്ങ് വിഭ്രമിച്ചു പോവും. ആ, അത് നല്ലതാ. കാഞ്ചനക്ക് ഇതുപോലെ ഒരുപാട് സന്തോഷം വരുമ്പോ ഈ മോന്ത കിട്ടി ഞാനൊന്ന് തരൂ. അപ്പോഴീ മത്തങ്ങ കവിള് ഒന്നുകൂടി വിജൃംഭിക്കും.